വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഓപ്പൺ കോഴ്സാണ്. സോ ഓപ്പൺ കോഴ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സീരീസ് ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എക്സ്റ്റേണൽ 60 മാർക്കും ഇന്റേണൽ 15 മാർക്കും, അങ്ങനെ ടോട്ടൽ 75 മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത്. സോ റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ 15 മാർക്ക് അവരുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും, ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനെയും CQസിലൂടെയാണ് 15 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ദെൻ നമുക്ക് പാസ് മാർക്ക് വരുന്ന 26 മാർക്ക്, 27 കൂട്ടാം. നമുക്ക് 26 മാർക്ക് 27 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആകാൻ സാധിക്കും. അപ്പോൾ പാസ് ആകണമെങ്കിൽ നമ്മൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്റേണൽ നിങ്ങൾക്ക് ഇപ്പോൾ 15 ഒരു 7 മാർക്ക്, ഒരു 7 ശരിയാവുകയാണെങ്കിൽ, ഇപ്പോൾ MCQ പ്രാക്ടീസിലൂടെ ആണെങ്കിൽ അങ്ങനെ, റെഗുലർ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഒരു 7 മാർക്ക് കിട്ടുകയാണെങ്കിൽ ബാക്കി 20 മാർക്ക് എക്സ്റ്റേണലിൽ എഴുതി മേടിക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പുഷ്പം പോലെ പോസിബിളാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ടത് 2 പാർട്ടിലോട്ടാണ്, പാർട്ട് സിയും പാർട്ട് എയും. ഈ 2 പാർട്ടിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന പാർട്ടാണ് ഈ പാർട്ട് സിയും പാർട്ട് എയും. ദെൻ മറ്റ് എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എസ്സേ 2 ചോദ്യങ്ങൾ തന്നിട്ട് ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ആ ഒരെണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കതും ഇപ്പോൾ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 3-4 ടോപ്പിക്കിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു എസ്സേ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് സ്കിൽ എന്താണ്, കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽസ്, 10 കോർ കോമ്പോണൻസ് ലെയ്ഡ് ഡൗൺ ബൈ WHO എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക്. അതുപോലെ തന്നെ ലൈഫ് സ്കിൽ ഫോർ സെൽഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്. അങ്ങനെ ലൈഫ് സ്കില്ലിനെ റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നതാണ് കരിയർ ഗൈഡൻസ് എന്താണ്, കരിയർ പ്ലാനിങ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കരിയർ ഗൈഡൻസിനെ പറ്റിയിട്ടും കരിയർ പ്ലാനിങ്ങിനെ പറ്റിയിട്ടും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ പിന്നെ എസ്സേക്ക് ചോദിക്കുക. ഈ 2 ടോപ്പിക്കുകൾ മിക്കതും മാറി മാറി വരുന്നതാണ്. പിന്നെ തിങ്കിങ് സ്കിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കില്ല്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, തിങ്കിങ് സ്കില്ലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇങ്ങനെ 2-3 ടോപ്പിക്ക്, 3-4 ടോപ്പിക്കുകൾ ഞാൻ എസ്സേക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി പോകാൻ അധികം സമയം വേണ്ട. ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അറിയുന്ന പോലെ ഈ പറയുന്ന ടോപ്പിക്കുകൾ പ്രസൻറ്റ് ചെയ്താൽ 10ൽ നമുക്ക് മുഴുവൻ വേണ്ട, ഒരു 5 മാർക്ക് കിട്ടിയാൽ മതി. നമുക്കറിയുന്ന പോലെ വലിയ കുഴപ്പമില്ലാണ്ട് പ്രസൻറ്റ് ചെയ്താൽ 5 മാർക്കെങ്കിലും കിട്ടും. അപ്പോൾ ഒരു 5 മാർക്ക് പാർട്ട് സിയിൽ നിന്ന് കിട്ടിയാൽ പിന്നെ നമ്മുടെ ഫോക്കസ് പോകേണ്ടത് പാർട്ട് എ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. 12 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. എല്ലാതും അറ്റൻഡ് ചെയ്യാം. മാക്സിമം 20 മാർക്ക് അങ്ങനെയാണ്. അതിൽ നിന്നൊരു 5 കിട്ടാൻ ഒരു പാടുമില്ല. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്കൊരു 3 ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ വരെ വരും. ഒരുപാട് റിപ്പീറ്റ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണത്. ഇപ്പൊ ലൈഫ് സ്കിൽ എന്താണ്, കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കില്ല്, ബോഡി ലാംഗ്വേജ് എന്താണ്, SQ, EQ, സോഷ്യൽ കോഷ്യന്റ്, ഇമോഷണൽ കോഷ്യന്റ്, എംപതി എന്താണ്, സിംപതി എന്താണ്, സെൽഫ് അവെയർനെസ് എന്താണ്, സെൽഫ് മാനേജ്മെന്റ് എന്താണ്, സെൽഫ് എസ്റ്റീം എന്താണ്, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ. ഇമോഷണൽ സ്കിൽസ് എന്താണ്, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് എന്താണ്, കരിയർ പ്ലാനിങ് എന്താണ്, കരിയർ ഇൻഫർമേഷന്റെ സോഴ്സസ് എന്താണ്,
ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, ദെൻ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, തിങ്കിങ് സ്കിൽ എന്താണ്, അതിൽ ഗോൾ സെറ്റിംഗ് എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്, പോസിറ്റീവ് തിങ്കിങ് എന്താണ്. ഞാൻ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ദെൻ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് നോക്കുക. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കൂടെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്താണ്, കോപ്പിയിങ് സ്ട്രാറ്റജീസ് എന്താണ്. ഇങ്ങനെ 2 മാർക്സിൽ ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെയാണ് മെജോറിറ്റി വരാൻ സാധ്യത. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്നൊരു 5-6 ചോദ്യങ്ങൾ കിട്ടാൻ ഒരു പാടുമില്ല. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ഉള്ള സമയമുണ്ടെന്നുള്ളതാണ്. സോ പാർട്ട് എയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു 10 മാർക്കോ 12 മാർക്കോ കിട്ടിയാൽ, പാർട്ട് സിയിൽ ഞാൻ പറഞ്ഞു ഒരു 5 മാർക്ക് എസ് എക്ക് കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു 17 മാർക്കായി. ദെൻ ഇന്റേണൽ ഞാൻ പറഞ്ഞു ഒരു 7 മാർക്കെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ 24 മാർക്ക് 25 മാർക്കിൻ്റെ അടുത്തായി. നമുക്ക് 27 മതി, 26 മതി പാസ്സാകാൻ. ദെൻ ഈ 2 പാർട്ടിലോട്ടും ഫോക്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇതിൽ പറയുന്ന പല ചോദ്യങ്ങൾ തന്നെ നമുക്ക് പാർട്ട് ബിയിൽ കാണാൻ സാധിക്കും. സോ പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്താൽ അതിൽ നിന്നൊരു 3-4 മാർക്ക് അല്ല അതിനായിട്ടും കൂടുതൽ കിട്ടും. നമുക്ക് അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഈ 2 പാർട്ടിലും പറഞ്ഞ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ കാണാം. ഈ പറയുന്ന കോർ കോമ്പോണൻസ് ആവട്ടെ, പബ്ലിക് സ്പീക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കരിയർ ഗൈഡൻസ്, കരിയർ പ്ലാനിങ്, ഇതൊക്കെ പറഞ്ഞില്ലേ ഞാൻ. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? പാർട്ട് ബിയിൽ കാണാൻ സാധിക്കും. സെൽഫ് മാനേജ്മെന്റ്, സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, കമ്മ്യൂണിക്കേഷൻ ബാരിയർ, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിലും കാണാൻ സാധിക്കും. അപ്പോൾ അറിയുന്ന പോലെ പാർട്ട് ബിയും കൂടി നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ്. ദെൻ അതിലോട്ട് പോകുമ്പോൾ നമ്മൾ മിനിമം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട്ട് നെക്സ്റ്റ് പോവാണ്. മോർണിംഗ് ആണ് എക്സാം വരുന്നത്, അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എത്താൻ ശ്രമിക്കുക. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങൾക്കും നിർബന്ധമായും ആൻസർ കൊടുക്കുക. ഏതെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന പോലെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് മാർക്ക് ഇടാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാസ്സാകും എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ബുക്ക് തൊട്ടാലും നിങ്ങൾക്ക് പാസ്സാകാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇന്റേണൽ മാർക്കൊക്കെ 15-ൽ 10 മാർക്കോ അതിനായിട്ട് കൂടുതലൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നാളെ എക്സാം അറ്റൻഡ് ചെയ്ത് വരാം. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.